100 രൂപയിൽ താഴെയുള്ള പണമിടപാടുകൾ SMS വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് അപേക്ഷിച്ച് ഇന്ത്യൻ ബാങ്കുകൾ. UPI വഴി ചെറിയ തുകകളുടെ ഇടപാടുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ ബാങ്കുകൾ തീരുമാനിച്ചതത്രേ. ഇത്തരത്തിൽ ചെറിയ UPI ഇടപാടുകൾക്ക് ഉൾപ്പെടെ മെസ്സേജുകൾ അയക്കുന്നത് വഴി മെസ്സേജുകൾ കൃത്യമായി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കാതെ വരും എന്നാണ് ബാങ്കുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ റിസർവ് ബാങ്ക് നിയമങ്ങൾ അനുസരിച്ച് എല്ലാ ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ SMS-ലൂടെ അറിയിക്കേണ്ടതുണ്ട്. ചില ഇടപാടുകൾ ഇമെയിലിലൂടെയാണ് അറിയിക്കാറുള്ളത്. SMS-കൾ ഓട്ടോമാറ്റിക്കായി ലഭിക്കുമ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാണ് ഇമെയിൽ സേവനം ലഭിക്കാറുള്ളത്. ഡിജിറ്റൽ പണമിടപാടുകളിൽ കോവിഡിന് ശേഷം വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചായ വാങ്ങുന്നത് മുതൽ ബസ് ടിക്കറ്റ് വരെ UPI പണമിടപാടിലൂടെയാണ് ഭൂരിഭാഗം ആളുകളും നടത്താറുള്ളത്. 100 രൂപയിൽ താഴെയുള്ള ഒട്ടേറെ ഇടപാടുകളാണ് ഒരു ദിവസം ഒരു വ്യക്തി നടത്തുന്നത്. ഇതിന്റെയെല്ലാം SMS-കൾ വരുന്നത് കാരണം വലിയ ഇടപാടുകളുടെ SMS-കളും ബാങ്ക് നിർദ്ദേശങ്ങളും ഉൾപ്പെടെ പലതും ഉപഭോക്താക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഇത് സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് 100 രൂപയിൽ താഴെയുള്ള ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കുന്ന സംവിധാനം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ബാങ്കുകൾ ചിന്തിച്ചത്. പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളുടെ പ്രതിനിധികൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് റിസർവ് ബാങ്കിന് മുന്നിൽ ഇത്തരം ഒരു നിർദ്ദേശം വച്ചത്. അതേസമയം ഇടപാടുകൾക്ക് SMS അയക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് നൽകിയേക്കും എന്നും വിവരമുണ്ട്.